ഓന്ത് തൂങ്ങിച്ചത്തു. 36-ൽ ഇന്ത്യ ഒളിമ്പിക്സ് വഹിക്കാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിടിയേരി സംവിധാനത്തിൽ കൂടെയാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സ്വപ്ന പദ്ധതിയാണ്. ഇങ്ങനെ ഒരു പറക്ക കോളി ഉണ്ടായിരുന്ന ഈ തലമുറയ്ക്ക് വല്ലൊരു അറിയോ? 1 കോടി രൂപ പോലും എയ്ഡഡ് കോളേജുകൾക്ക് സ്കൂൾ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. സഹായമില്ല, തട്ടലൊടിയുണ്ട്. എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ PT അധ്യാപകരെ വെക്കാത്തത്? പറയേണ്ട വേദികൾ നിങ്ങൾ പറയണം. അടുത്തതായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് കായിക മേഖലയ്ക്ക് നൽകി വരുന്ന കരുത്തുറ്റ സംഭാവനയ്ക്ക് 30-ലേറെ വർഷങ്ങളായി നേതൃത്വം നൽകി കോളേജ് മാനേജരായി പ്രവർത്തിച്ചു വരുന്ന വൈദിക ശ്രേഷ്ഠനാണ് ഫാദർ PT ജോയ്. കലാമേഖലയ്ക്ക് കലാഭവനിലൂടെ പരേതനായ ഹാബേലച്ചൻ നൽകിയ സ്തുത്യർഹമായ സംഭാവനയ്ക്ക് തുല്യമാണ് കായിക മേഖലയ്ക്ക് ജോയി അച്ഛൻ നൽകി വരുന്ന സേവനമെന്ന് എടുത്തു പറയേണ്ട വസ്തുതയാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ആശംസയ്ക്കായി സ്വാഗതം. വേദിയിലും സദസ്സുമുള്ള എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഓന്ത് തൂങ്ങിച്ചത്തു. ഓന്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. എന്താ? കളർ മാറാൻ ഇത്ര മെടുക്കനായിട്ടുള്ള ഒന്നാണ് ഓന്ത് നമ്മൾ കൊടുത്തത്. ഓന്ത് തൂങ്ങിച്ചത്തത് മനുഷ്യൻ്റെ മുമ്പിലാണ്. പൊരുൾ നിങ്ങൾക്ക് കിട്ടും എന്നെനിക്ക് തോന്നുന്നു. സുരേന്ദ്രൻ സാറ് ചേർത്ത് വെച്ചതിനോടുകൂടി തന്നെയാണ് പറയുന്നത്. ഓന്തിനേക്കാളും നിറം മാറാൻ മിടുക്കുള്ളവനാണ് മനുഷ്യൻ. നീതിക്കും ധർമ്മത്തിനും കൂടെ നിൽക്കേണ്ടവൻ അധർമ്മത്തിനും അസത്യത്തിനും പിന്നാലെ പോകുന്നതിന് മുൻപന്തി നിൽക്കുന്നത് കൊണ്ടാണ് ഓന്ത് മനുഷ്യൻ്റെ മുമ്പിൽ തോറ്റുപോയത്. ഇത് കളി മേഖലയ്ക്ക് എല്ലാ മേഖലയ്ക്കും പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. 110 ഗ്രാം മുതൽ 150 ഗ്രാം വരെയുള്ള ഒരു പന്തിൻ്റെ പിന്നാലെ ഈ ലോകത്തെ മുഴുവൻ പന്ത് കീഴടക്കുമ്പോൾ അതിലൊക്കെ നിങ്ങളും പങ്കാളികളായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. 1900 ഒളിമ്പിക്സ് നടക്കുകയാണല്ലോ. 33ാമത്തെ ഒളിമ്പിക്സാണ്. 1960 റോമൻ ഒളിമ്പിക്സാണ്. ഇന്ത്യ പങ്കെടുത്ത ഒരു ഒളിമ്പിക്സാണ്. ഗ്രൂപ്പിൽ 4ാമത്തെ മത്സരം പെറുവായിട്ടാണ്. 88ാമത്തെ മിനിറ്റിൽ പറക്കും താരമായിട്ടുള്ള ബാനറിൽ നിന്നും ലെഫ്റ്റ് വിങ്ങിലേക്ക് നീട്ടിക്കൊടുത്ത പാസ് ബാലാജി കാലിൽ സുന്ദരമായി കൺട്രോൾ ചെയ്ത് എല്ലാവരും എതിർ പോസ്റ്റിലേക്ക് പാഞ്ഞടക്കുമ്പോൾ മൈതാനത്തിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ക്രോസ് കൊടുത്ത് ഇടത്ത കാലിൽ അതിനെ കൺട്രോൾ ചെയ്ത് എതിരാളിയെ വകഞ്ഞു വെച്ച് മുന്നോട്ട് നീങ്ങി വലത്തുകൊണ്ട് കാലുകൊണ്ട് പവർഫുള്ളായിട്ടുള്ള ഒരു കിക്ക്, അത് പെറുവിൻ്റെ റൈറ്റ് സൈഡിൽ ഗോൾ കീപ്പറെ മറികടന്ന് ആ പോസ്റ്റിൽ പറന്നിറങ്ങുമ്പോൾ ഇന്ത്യയുടെ ഒളിമ്പിക്സിൻ്റെ ലാസ്റ്റ് ഗോളായിരുന്നു അല്ലേ? സുന്ദര സാറിൻ്റെ ആയിരുന്നു ആ ഗോള്. ഇനിയൊരു ഗോള് അടുത്ത കാലത്ത് അടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അടിക്കാൻ ഇപ്പോൾ ഒരു സാധ്യത കാണുന്നത് വനിതകളിലാണ്. അത് പ്രിയ മാഡത്തിനും അതിനൊരു ചാൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം 36-ൽ ഇന്ത്യ ഒളിമ്പിക്സ് വഹിക്കാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 12 വർഷമുണ്ട്. Under-17 വേൾഡ് കപ്പ് നമ്മൾ നടത്തി. ആ ടീമിനെ നന്നായിട്ട് ഒരുക്കിയിരുന്നു. പുറത്ത് ഇഷ്ടംപോലെ മത്സരം നടത്തിയിരുന്നു. അതോടുകൂടി ആ ടീം പൊളിഞ്ഞും പോയി, പിരിച്ചുവിട്ടു. കാശലവായത് കൊണ്ടാവാം, നിലനിർത്താൻ പറ്റാത്തത് കൊണ്ടാകാം. അങ്ങനെ ഒരു പരിശീലനം നടന്നു കഴിഞ്ഞാൽ നമ്മളും മുമ്പത്തി വരും. പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള മനുഷ്യ തൂങ്ങിച്ചത്തെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലെ, ഓന്ത് നിറം മാറുന്ന ഈ കാലഘട്ടത്തിൽ അത് എളുപ്പമുള്ള കാര്യമല്ല. ഈ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുള്ള ചരിത്ര രേഖകളിൽ എഴുതപ്പെച്ചു വെച്ചിട്ടുള്ള കാര്യം അത് വിക്ടർ സാറ് കേട്ടപ്പോൾ മനസ്സിൽ വിഷമം തോന്നിയതാണ്. അറിയില്ല, ആരറിയാ?
ഇങ്ങനെ ഒരു പറക്ക കോളി ഉണ്ടായിരുന്ന ഈ തലമുറയ്ക്ക് വല്ലവരും അറിയുമോ? അറിയിക്കാൻ പറ്റൂല. പക്ഷെ ഇപ്പം അത് അപരപാളികളിലാണ്. അവരുടെ ജീവിതാനുഭവങ്ങളെല്ലാം പകർത്തി യൂട്യൂബിൽ കൂടെ ഈ മനുഷ്യൻ ഓടി നടന്ന് 3000-ഓളം കിലോമീറ്റർ നടന്ന് ചെയ്തു എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗമായി, ഫുട്ബോൾ ചരിത്രത്തിന്റെ ഭാഗമായി എന്നും നിലനിൽക്കുന്ന, ആർക്ക് ചകഞ്ഞു നോക്കിയാലും കിട്ടുന്ന ഒരു വലിയൊരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിയിട്ടുള്ളത്. അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച മറ്റൊരു കാര്യം ചാവറേച്ചനാണ്. ചാവറേച്ചന്റെ പിടിയരി കെട്ടുതെങ്ങും അദ്ദേഹം കൊണ്ടുവന്നതാണ്. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനില്ല, ക്ലാസ്സിൽ എല്ലാവരും കൊണ്ട് ഇരുത്തണം, കുട്ടികൾ പോവും, ഭക്ഷണമില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിടിയരി സംവിധാനം ഒരുക്കിയത്. അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ്, ഒരു പിടിയരി സംവിധാനത്തിൽ കൂടെയാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സ്വപ്ന പദ്ധതിയാണ്. എവിടെ ചെന്ന് തലമുടക്കുന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ വന്നിട്ട് കഴിഞ്ഞ ഗവൺമെന്റും ഈ ഗവൺമെന്റും 1000 കോടി രൂപ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നു. 1 കോടി രൂപ പോലും എയ്ഡഡ് കോളേജുകൾക്ക് സ്കൂൾ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് സ്പോർട്സ് ഏറ്റവും കൂടുതൽ വളരുന്നത് എയ്ഡഡ് കോളേജുകളല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സഹായമില്ല. 40-48 ടീമുകളാണ് ക്രൈസ്റ്റ് കോളേജിനുള്ളത്. ഒരു വർഷം 100-ലധികം കുട്ടികളെ യൂണിവേഴ്സിറ്റി താരങ്ങളും ഒക്കെയായി നമ്മൾ ഇറക്കുന്നുണ്ട്. പക്ഷെ സപ്പോർട്ട് ഒന്നുമില്ല, തട്ടലൊടിയുണ്ട്. മാനേജറായതുകൊണ്ട് പറയാം, ഒരു മാനേജർ ഇതിപ്പോൾ ടെൻഷൻ എടുക്കുന്നു എനിക്ക് തോന്നണമില്ല, ഇട്ടിട്ട് പോവാണ്. പക്ഷെ ഈ ഫുട്ബോൾ കളിച്ച നിങ്ങളെ IM വിജയൻ എന്ന് പറയുന്ന കറുത്ത മുത്തി നാട്ടിലുണ്ടായിട്ട് ഒരു സ്റ്റേഡിയം പണിയുണ്ട് ഇപ്പോൾ. അങ്ങനെ വരണം, സ്മാരകങ്ങളുണ്ടാകണം, അങ്ങനെയുള്ള കളിക്കാരുണ്ടാകണം. ഈ ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ, യുവത്വത്തെ ഒരുമിച്ച് കൂട്ടാൻ കളിയേക്കാൾ വേറെ ഏത് മാർഗമാണുള്ളത്? ഒളിമ്പിക്സ് എല്ലാവരും കൂടി കൈയടിക്കണില്ലേ? വേറെ ഏതെങ്കിലും ചിത്രം ഒരാൾക്കൊരു മനുഷ്യർ വരുമോ? ഈ മനുഷ്യർക്ക് വിളിച്ചു കൂട്ടാൻ പറ്റുന്ന സുന്ദരമായിട്ടുള്ള കായിക മേഖല എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ PT അധ്യാപകരെ വെക്കാത്തത്? ഡോക്ടർമാർക്ക് കാശ് കൊടുത്താൽ മതിയല്ലോ. ചിന്തിക്കണം. ഗവൺമെന്റ് പോളിസികൾ നിങ്ങൾക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഈ ഫുട്ബോൾ കളിക്കാർക്കൊക്കെ പറ്റും. നിങ്ങൾ പറയണില്ല. പറയേണ്ട വേദികൾ നിങ്ങൾ പറയണം. നമ്മുടെ ആരോഗ്യ മേഖലയെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന കായിക വിദ്യാഭ്യാസം അത് നിർബന്ധമായി അധ്യാപകരെ വെക്കാൻ പറയണം. അത് കാശ് നഷ്ടം എന്നാ പറയണേ. അതിനേക്കാൾ നഷ്ടം ആരോഗ്യ നഷ്ടപ്പെടുന്ന ചിന്തിക്കുന്നൊന്നുമില്ല. വീണ്ടും ഈ തോമസ് അവിടെ ചെയ്യുന്നത് ഭയങ്കര പണിയാണ്. മിക്കവാറും ഞാൻ പറഞ്ഞ ഒളിമ്പിക്സ് പങ്കെടുത്തത് വെറുതെ പറഞ്ഞതൊന്നല്ല, ഈ അധ്വാന കഷ്ടപ്പാടാണ്. ഫുട്ബോളിൽ തിരിച്ചു കൊടുക്കുന്നതിന്റെ ഫലമാണ് അവിടെയുള്ള പെൺകുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന കാര്യം. മിക്കവാറും ഇന്ത്യൻ ടീമിന്റെ പല അംഗങ്ങളും ഈ ഇരിഞ്ഞാലക്കുടയുമായി ബന്ധപ്പെട്ട കുട്ടികളായിരിക്കും എന്നുള്ളത് വരും കാലത്ത് തെളിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടുത്ത ഒളിമ്പിക്സിൽ വനിതാ വിഭാഗം മിക്കവാറും പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. 3 പേർക്കും ദ്രോണാചാര്യ അവാർഡ് കിട്ടട്ടെ എന്നാണ് ആശംസകൾ. എബിൻ ജോസിനും തോമസാനും പ്രിയ മിസിനും ദ്രോണാചാര്യ അവാർഡ് കിട്ടട്ടെ, ടീമിനെ ആ ലൈനിലേക്ക് കൊണ്ടുപോകാൻ സഹായമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പത്രപ്രവർത്തനം അല്ലെങ്കിൽ ഇതൊന്നും ആരത്തില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ആ സൺഡേ സപ്ലിമെന്റിൽ കൊടുത്തത് കൊണ്ടല്ലേ കുറേ പേരെങ്കിലും ഈ പറക്ക് തലയെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആരെ കാണാൻ ഈ യുവത്വം കാണില്ല. അപ്പൊ ഇതിനെ ഇതുപോലെ മനോഹരമാക്കി അവതരിപ്പിച്ച് പഠിച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സെബി. അപ്പൊ സെബിക്കും പ്രത്യേകം അഭിനന്ദനം നേരാണ്. ഒരു 4 പേർക്ക് വലിയൊരു കൈയടി കൊടുക്കാം, അതൊക്കെ കൊടുക്കാനുള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ നോബൽ സമ്മാനം കൊടുക്കാനുള്ള നോബൽ സമ്മാനം. അതിനേക്കാൾ വലിയ നോബൽ സമ്മാനം ഈ ഫൗണ്ടേഷന്, കല്ലറക്കൽ ഫൗണ്ടേഷന് കിട്ടട്ടെ. ഇതൊരു വർത്തൻ സ്വപ്നമാണ്. സ്വപ്നം കാണുന്നവർക്ക് കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ യാഥാർത്ഥ്യത്തിലാവാൻ സാധ്യതയുള്ളതാണ്. ആ സാധ്യതയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഓടുന്നു. നിങ്ങളും ഓടുക. ഓടുന്നതോടൊപ്പം അത് ഒരു വിജയത്തിലേക്ക് വരാൻ, ഫുട്ബോളിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടി ഇരുത്തി സംസാരിക്കാൻ, സന്തോഷം പങ്കിടാൻ ഈ ഫൗണ്ടേഷനിൽ കൂടെ കേരളത്തിൽ ഇന്ത്യയിലും വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്വപ്നം കാണാൻ ആരോടും ചോദിക്കണ്ടല്ലോ. പക്ഷെ അതിനുവേണ്ടി കുറച്ച് പണി ചെയ്യാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ആ തയ്യാറാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്
ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്, ഈ മനുഷ്യരെ മുഴുവൻ ഓടി കണ്ടിട്ടുള്ളത്, ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തോണ്ട് സ്റ്റീഫാനി സാറിന്, ഈ ഫൗണ്ടേഷൻ കുടുംബാംഗങ്ങൾക്ക് വലിയൊരു കയ്യടി കൊടുക്കാവുന്നതാണ്. ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.